Hi everyone, this is Jebin Say from Evika. അങ്ങനെ iOS 18.6ന്റെ ബീറ്റ 1 ആപ്പിൾ ഒഫീഷ്യലി ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 7.56 GB എൻ്റെ ഐഫോൺ 16 വന്നിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ് റീഇൻസ്റ്റാൾ ആയതുകൊണ്ട് തന്നെ ഒരു 5 to 7 GB വരെ ഈ ഒരു ബീറ്റ 1 വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ഒരു iOS ബീറ്റ ടെസ്റ്റ് ആണെങ്കിൽ മാത്രമാണ് ഈ അപ്ഡേഷൻ നിങ്ങളുടെ ഡിവൈസിൽ ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം iOS 26ന്റെ ബീറ്റ റൺ ചെയ്യുന്ന കൂട്ടുകാർക്കും ഈ ഒരു ബീറ്റയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സോ ഇതിൻ്റെ കൂടെ തന്നെ കുറേയധികം പുതിയ ബീറ്റേഴ്സും ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഐപാഡിനും മാക്കിനും വാച്ചിനും എല്ലാത്തിനും പുതിയ ഒരു ബീറ്റാസും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. തുടർന്ന് തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽഡ് നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവാം. ജനറൽ എബൌട്ട് സെക്ഷൻ ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് വെർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 18.6 22G 5054D എന്ന് ഈ അപ്ഡേഷൻ ഇനിയും നമുക്ക് ഒന്നോ രണ്ടോ ബീറ്റ കഴിഞ്ഞാൽ മാത്രമാണ് ഒഫീഷ്യൽ അപ്ഡേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ ഒരു അപ്ഡേഷനിൽ തന്നെ നമുക്കൊരു പുതിയ മോഡേൺ ഫേംവേറിൻ്റെ അപ്ഡേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാനും ഈ ഒരു അപ്ഡേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്തായിട്ട് വരാൻ പോകുന്ന ഒരു റൂമറാണ് നമ്മുടെ ആപ്പിൾ ഇൻ്റലിജൻസ് ചൈനയിലേക്ക് റിലീസ് ചെയ്യാൻ പോവാണ്. ഈ ഒരു അപ്ഡേഷൻ ഒഫീഷ്യലി യാതൊരു സ്ഥലത്തും നമുക്ക് കൺഫേം ആയിട്ട് കിട്ടിയിട്ടില്ല. ഇത് റൂമർ മാത്രമാണ്. പക്ഷേ ആലിബാബ എന്നിങ്ങി പറയുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചായിരിക്കും ആപ്പിൾ ഇൻ്റലിജൻസ് ചൈനയിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ആപ്പിൾ ചൈന ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ആപ്പിൾ ഇൻ്റലിജൻസും ബാക്കി കുറേ ആപ്പിൾ ഫീച്ചേഴ്സും ഇപ്പോഴും ചൈനയിലെ ആക്സസ് ആയിട്ടില്ല. നിങ്ങൾക്ക് VPN ഉപയോഗിച്ചാൽ പോലും ഈ പറയുന്ന ആപ്പിൾ ഇൻ്റലിജൻസും ബാക്കി കാര്യങ്ങളും ലഭിക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അതോടൊപ്പം ആപ്പിൾ ഒഫീഷ്യലി കൺഫേം ചെയ്യുകയാണ് ആപ്പിളിൻ്റെ എയർപോർട്സിൻ്റെ പുതിയ ഫേംവെയർ ബീറ്റാസ് ഇനി മുതൽ നിങ്ങൾക്ക് ബീറ്റ അപ്ഡേറ്റ്സ് ആയിട്ടും ലഭിക്കുന്നതായിരിക്കും. ഈ പറഞ്ഞ iOS 26ൻ്റെ ആ ഒരു ബീറ്റ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എയർപോർട്സും പുതിയ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാം. ഈ ഒരു ഫേംവെയർ പബ്ലിക് ബീറ്റ വരുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാനുള്ള ആ ഒരു ആക്സിബിലിറ്റി വരിക. അതിനു മുമ്പ് എയർപോർട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കണക്റ്റീവ് ഇഷ്യൂ, ലാഗ് എന്നിങ്ങനെ പറഞ്ഞ കുറേയധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ എയർപോർട്സിനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം, ഈ പറഞ്ഞ ഓരോ ബീറ്റയും കുറേയധികം ബഗ്ഗി ആയിരിക്കും. അതോടൊപ്പം കുറേയധികം ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ പ്രൈമറി ഫോണിലോ ഡിവൈസിലോ ഈ പറയുന്ന ബീറ്റാസോ ബാക്കി കാര്യങ്ങളോ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കാനാണ് മാക്സിമം ട്രൈ ചെയ്യേണ്ടത്. ആൻഡ് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എൻ്റെ ഡിവൈസിൽ യാതൊരു ബഗ്ഗോ അതോടൊപ്പം മൈക്രോ സ്റ്റാറ്റസോ വേറെ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ആസ് ഓഫ് നോ എനിക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസും അതോടൊപ്പം തന്നെ സ്മൂത്ത് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എൻ്റെ ആപ്പ് ലൈബ്രറിയിലെ ആപ്സ് സ്ക്രോളിങ്ങും ബാക്കി എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് തന്നെയാണ് പോകുന്നത്. നമുക്കിപ്പോൾ ക്യാമറ ആക്സസ് ചെയ്യാം, ക്യാമറ ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് ലോഡ് ചെയ്തത്. ഇനി ആപ്പിൾ മ്യൂസിക് എടുക്കാം, ആപ്പിൾ മ്യൂസിക്കും ഫാസ്റ്റ് ആയിട്ട് ലോഡ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സെറ്റിങ്സ് എടുക്കാം, സെറ്റിങ്സും ഫാസ്റ്റ് ആയിട്ട് ലോഡ് ആകുന്നുണ്ട്. എല്ലാ ആപ്ലിക്കേഷൻസും സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ഈ പറഞ്ഞ ആപ്പ് ലോഞ്ചിങ്ങും ബാക്കി കാര്യങ്ങളും നടക്കുന്നത്. സോ പെർഫോമൻസ് വൈസും ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ നല്ല രീതിക്കുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ആപ്പിൾ മേജർ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് iOS 26 ആയിരിക്കും. ഈ പറഞ്ഞ iOS 18 ബാക്കിയുള്ള താഴത്തേക്ക് വരുന്ന അപ്ഡേഷൻസും മാക്സിമം പെർഫോമൻസ് ബേസ്ഡും അതോടൊപ്പം തന്നെ ഒപ്റ്റിമൈസ്ഡും ആക്കാനാണ് ആപ്പിൾ നോക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എൻ്റെ ബാറ്ററി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു ആക്യുറേറ്റ് ബാറ്ററി പെർഫോമൻസ് ലഭിക്കണമെങ്കിൽ ഒരു 3-4 ദിവസം എടുക്കും. പക്ഷേ എൻ്റെ ബാറ്ററി ഹെൽത്തും ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 100% ആണ്. സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത് 253 ആണ്. ഞാൻ എൻ്റെ ബാറ്ററി പാറ്റേൺ വെച്ചിരിക്കുന്നത് 90 ലിമിറ്റാണ്. ഈ പറഞ്ഞ 90 എക്സീഡ് ആവാനായിട്ട് ഞാൻ സമ്മതിക്കാറില്ല. പിന്നെ ചില കൂട്ടുകാർ എനിക്ക് കമൻ്റായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് 90 ലിമിറ്റ് സെറ്റ് ചെയ്തിട്ട് 100%ലേക്ക് ചാർജിങ് കയറുന്നുണ്ടെന്ന്. അത് ഓരോ അപ്ഡേറ്റിന് ശേഷം അല്ലെങ്കിൽ ഓരോ മന്തിന് ശേഷം ഈ പറഞ്ഞ ഡിവൈസ് ഓട്ടോമാറ്റിക്കലി ബാറ്ററി റീകാലിബ്രേറ്റ് ചെയ്യാണ്. അത് ഇഷ്യൂവോ ബഗ്ഗൊന്നുമല്ല. നമ്മുടെ ഫോൺ തന്നെ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ബാറ്ററിയുടെ ഹെൽത്ത് പ്രിസർവ് ചെയ്യാനും എക്സ്റ്റെൻഡ് ചെയ്യാനും റീകാലിബ്രേഷൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിവൈസ് ചെയ്യുന്നതാണ്. അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട. ആൻഡ് ഈ പറഞ്ഞ ഹീറ്റിംഗ് ഇഷ്യൂ ഇത്രയും നേരമായിട്ടും എൻ്റെ ഡിവൈസിന് യാതൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ആഫ്റ്റർ ഒരു 7 gigs ഓഫ് അപ്ഡേഷൻ കഴിഞ്ഞിട്ട് പോലും എനിക്ക് ഈ ഒരു ഭാഗത്തൊന്നും വലുതായിട്ടൊരു ചൂടോ സൈഡ് ഗ്രിൽസോ എനിക്ക് ഇഷ്യൂസ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. നല്ല രീതിക്ക് സെറ്റിൽ ഡൗൺ ആയ ആ ഒരു സ്റ്റേറ്റിലാണ് എൻ്റെ ഡിവൈസ് ഇത്ര നേരം പെർഫോം ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഗെയിമിങ്ങും അതോടൊപ്പം ഔട്ട്ഡോർ യൂസേജും ഉണ്ടെങ്കിൽ നമ്മുടെ ഡിവൈസ് എന്തായാലും വാമപ്പ് ആവും.
ആ ഒരു കാര്യം നോർമലാണ്. അല്ലാത്ത പക്ഷം നിങ്ങളിപ്പോൾ ഫോട്ടോ നോക്കുകയാണ്, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ബ്രൗസ് ചെയ്യണം, യൂട്യൂബിൽ വീഡിയോ കാണുകയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഡിവൈസ് വല്ലാണ്ട് ചൂടാകുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. അല്ലാത്ത പക്ഷം എക്സ്ട്രീം ഗെയിമിങ്ങോ അതോടൊപ്പം എക്സ്ട്രീം വെതർ കണ്ടീഷനോ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡിവൈസ് വാമപ്പ് ആവുന്നത് നോർമലായിട്ട് ഒരു കാര്യമാണ്. ഈ പറഞ്ഞ iOS 26ഉം അതോടൊപ്പം iOS 18.6ൻ്റെ ഇനി വരാൻ പോകുന്ന ബീറ്റാസും അപ്ഡേഷൻസും എങ്ങനെയാണെന്ന് വെച്ചാൽ മിക്കവാറും അടുത്ത ആഴ്ചയായിരിക്കും iOS 18.6ൻ്റെ ബീറ്റ 2 നമുക്ക് റിലീസ് ആവാനുള്ള ചാൻസ് ഉള്ളത്. അതോടൊപ്പം തന്നെ iOS 26ൻ്റെ ഒരു ബീറ്റ 2ഉം നെക്സ്റ്റ് വീക്കിലായിരിക്കും റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇനീഷ്യലി നമ്മുടെ ഈ പറഞ്ഞ ബീറ്റ 1 കഴിഞ്ഞിട്ട് 2 ആഴ്ച ഒരു ടൈം എടുത്തിട്ടാണ് പുതിയ ബീറ്റ 2 വരാറ്. അതോടൊപ്പം ജൂണിലായിരിക്കും iOS 26ൻ്റെ പുതിയ പബ്ലിക് ബീറ്റയും ഡെവലപ്പേഴ്സിന് റിലീസും ചെയ്യാനുള്ള ചാൻസ്. ഈ ഒരു അപ്ഡേഷൻ്റെ ഒഫീഷ്യൽ വരാൻ പോകുന്നത് സെപ്റ്റംബറിലായിരിക്കും. സെപ്റ്റംബറിലാണ് നമ്മുടെ പുതിയ ഐഫോൺ ലോഞ്ചും പുതിയ iOS 26ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷനും ആപ്പിൾ റിലീസ് ചെയ്യാറ്. സോ ഇതൊക്കെയാണ് ഈ പറഞ്ഞ iOSൻ്റെയും പുതിയ ഒരു പ്രഡിക്ഷൻ ലൈനപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ കുറേയധികം പുതിയ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. റെഗുലറായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. This is Evin Sevia signing from Evika.